ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് 20/1/2026 നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് നല്ല തണുപ്പാണ്. ഒരു 16-17 ഡിഗ്രിയാണ് ദുബൈയിലെ താപനില. അപ്പം ഇന്നത്തെ നമ്മളുടെ ടോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാളും താഴ്ന്ന ജീവിത രീതികൾ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അതെവിടെ ആയിക്കോട്ടെ. അപ്പം അത്ര ആളുകളൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തി പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരം ആളുകളെ കൂടി പരിഗണിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പരമാവധി നമ്മളുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹകരിക്കണം എന്ന് പറയണത്. എല്ലാം അവർക്ക് ഏൽപ്പിക്കണം എന്നല്ല, പക്ഷെ നമ്മളുടെ ജീവിത രീതി മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാതെ അവരെ കൂടി ഉൾപ്പെടുത്തണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കുകയുണ്ടായി. അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനും കുറേ ആളുകളായിട്ട് ഇടപഴകാനും ഉള്ളൊരു അവസരങ്ങളൊക്കെ ലഭിച്ചു. അപ്പോൾ അതിലൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജനത ഉണ്ട് നാട്ടിൽ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഈ മെസ്സേജ് വീഡിയോയിലൂടെ തരാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ നമ്മൾ കാണുമ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞാൽ അതായത് രോഗികൾ മരുന്ന് വാങ്ങാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട്, ഇനിയിപ്പോൾ രോഗികൾ മാത്രമല്ല, പല രീതിയിലുള്ള ഒരുപാട് ആളുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരൊക്കെ എന്നും നമ്മൾ കണ്ടെത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി കൂടി നമ്മൾ ജീവിക്കുക. നമ്മളിന്ന് നമുക്ക് കിട്ടുന്നത് എല്ലാം നമുക്കുള്ളതായെന്ന് കരുതി സന്തോഷിച്ച് ആർമാദിച്ച് മറ്റുള്ള രീതിയിൽ ചെലവഴിച്ച് ഒരുപാട് ദൂർത്തടിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകരുത്. അങ്ങനെ നമ്മൾ ചെലവഴിക്കരുത് എന്നാണ് എൻ്റെ ഭാഷ്യം. നമുക്ക് ജീവിക്കണം, നമ്മൾ നന്നായിട്ട് ജീവിക്കണം, നമ്മളുടെ മക്കൾ ജീവിക്കണം, നമ്മളുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ ജീവിക്കണം. അതേപോലെ തന്നെ ഇത്ര ഗണത്തിൽപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തി നമ്മൾ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ള ഒരു മാറ്ററാണ് നമ്മളിതിലൂടെ, ഒരു സന്ദേശമാണ് പൊതുവിൽ ഞാനിതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്നപ്പോൾ നമ്മൾ ചില സ്കൂളുകൾ അതായത് ബഡ്സ് സ്കൂളുകൾ, അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങൾ, അതുപോലെ തന്നെ വൃദ്ധരായ ആളുകൾ താമസിക്കുന്നു. വൃദ്ധരായതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സങ്കടമാണ് അവിടെയൊക്കെ പോയി കണ്ടാൽ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കും ഒരു മുൻകരുതലുകൾ, നമ്മളും അവരെ കൂട്ടി നമ്മൾ അവരെ കൊണ്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ ഞാൻ ആരുമല്ല, ഞാൻ സാധാരണൊരു ആളാണ്. അല്ലാതെ ഞാനോ വലിയൊരു പണക്കാരനാണ്, അല്ലെങ്കിൽ അവനക്ക് എന്തും പറയാം, അല്ലെങ്കിൽ അങ്ങനെ അതൊന്നുമില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, നിങ്ങളെപ്പോലെ എല്ലാവരെ പോലെയും ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നു. എൻ്റെ ബിസിനസ്സുകളൊക്കെ നടക്കുന്നു, അൽഹംദുലില്ലാ. അതിന് കൂടെ നമ്മളൊരുപാട് ആളുകളെ കൈപ്പിടിച്ച് നടക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ വിജയം. അത്രേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ഉറുപ്പ് സഹായിച്ചാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഖേദിക്കേണ്ടി വരില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കിണർ, ആ ഒരു കിണറിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതങ്ങനെ കെട്ടിക്കിടക്കുകയുള്ളൂ. നമ്മളടുത്ത് ഒരുപാട് മുതലുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്.
പക്ഷെ ആ സമ്പത്തുകൾ നമ്മൾ വിനിയോഗിക്കണം. അത് ബാങ്കിൽ ഇങ്ങനെ കൂട്ടിവെച്ച് അല്ലെങ്കിൽ കുറേ മുതൽ വാങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വിനിയോഗിച്ച് അതിലൊന്നും കാര്യമില്ല. അതൊക്കെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ കൊണ്ടുപോകും 3 കണ്ടം തുണിയും മറ്റുള്ള സാധനങ്ങളുമാണ്, അല്ലാതെ വേറൊരു സാധനം നമ്മൾ കൊണ്ടുപോകണില്ല. ആര് മരിച്ചാലും അതിനെ സ്ഥിതി. പാവപ്പെട്ടവൻ മരിച്ചാലും പണക്കാരൻ മരിച്ചാലും കോടീശ്വരൻ മരിച്ചാലും ഏതൊരാൾക്ക് സംഭവിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ഇതൊക്കെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കാതെ മറ്റുള്ളവർക്ക് കൂടി നമുക്കെല്ലാം വേണം. നമുക്ക് വാഹനങ്ങൾ വേണം, നമ്മളുടെ സൗകര്യങ്ങൾ വേണം, താമസം വേണം നമുക്ക്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും, ഓ ഇവനിപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവന്. അങ്ങനെയല്ല. ഞാൻ എൻ്റെ പഴയ കാലങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറന്ന് ജീവിക്കാറില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. അപ്പോൾ അതിൽ നമ്മൾ മറ്റുള്ളവരെ കൂടി കൂട്ടിപ്പിടിക്കണം, മുറുകെ പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ഇതിൻ്റെ താഴെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് എവരിബഡി.